ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് രാഷ്ട്രീയമാണ്, പക്ഷേ അത്ര ഒരു സുഖകരമായ ചോദ്യം അല്ലാതെ എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ നാട്ടിൽ നടക്കുന്ന സംസാരം നമ്മൾ കേൾക്കുമ്പോൾ അത് നിങ്ങളോടൊന്ന് ചോദിക്കേണ്ട, അതിന് സംശയം ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ടയായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 3 പ്രാവശ്യം അല്ലേ, 3 പ്രാവശ്യം അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അവിടുന്ന് ജയിച്ചു. ഇപ്പോൾ മണ്ണാർക്കാട് പൊതുവേ ഒരു സംസാരമുണ്ട്, ലീഗിൻ്റെ പ്രവർത്തകർക്കൊരു സംസാരമുണ്ട്, മണ്ണാർക്കാടത്തെ ഒരാൾ വരണമെന്ന്. പക്ഷേ മണ്ണാർക്കാടത്തെ പ്രത്യേക ലീഗിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ മണ്ണാർക്കാടത്തെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണഗതിയിൽ ലീഗിൻ്റെ മറ്റുള്ള രാഷ്ട്രീയ CPM-നെ അതല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെയല്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി ഒന്നിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ലീഗ് അണികൾ അംഗീകരിച്ച് അത് ഏറ്റെടുത്ത് നടപ്പാക്കലാണ് പതിവ്. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു ജനസംസാരമാണ്. ചിലപ്പോൾ അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പാരാവശ്യ പഞ്ചായത്ത് പ്രസിഡന്റ് നാലകത്ത് റിയാസിനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാർട്ടിയോട് എന്താ തീരാ ഒരു ബാധ്യതയുണ്ട്. കാരണം അത്രമാത്രം പാർട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പദവിയല്ല. അതിലേക്ക് പാർട്ടി എന്നെ നിയോഗിച്ചത്. അതൊരു വലിയൊരു പദവി തന്നെ. പാർട്ടി 2 പ്രാവശ്യം മത്സരിക്കാൻ അവസരം തന്നു. അത് പാർട്ടിയോട് ഒരുപാട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റ് നല്ലതായിട്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള നമുക്കത് വേണ്ടയില്ല. അപ്പോൾ നിലവിൽ പാണക്കാട് തങ്ങൾ ലീഗിൻ്റെ അറിയാലോ, പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി, അതിലൊന്നും ഒരു തർക്കങ്ങളും പാർട്ടിയുടെ ഉള്ളിലില്ല, ഒരു വിഷയങ്ങളും പാർട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇനി അത് റിയാസ് അല്ല മറ്റൊരാളാണെങ്കിലും കൂടെ എൻ്റെ പേരുകൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ പേരുകൾ ഞാൻ ജില്ലാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, എത്രയോ സീനിയറായ ഒരുപാട് പാരമ്പര്യമുള്ള ലീഗിലേക്ക് എത്രയോ ആളുകൾ പല ഭാഗത്തും MLA-മാരുള്ള സീറ്റുകളിലേക്കും ഒക്കെ പരിഗണിക്കപ്പെടും. നമ്മളൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഒരു ലിമിറ്റേഷൻ എന്ന് പറയാം. പഞ്ചായത്ത് പ്രസിഡന്റ് അത് പാർട്ടി ഒരു നിർദ്ദേശം വെച്ചു. നമ്മൾ മത്സരിക്കാനുള്ള താല്പര്യങ്ങളൊന്നും, പക്ഷേ പാർട്ടി പറഞ്ഞോട് മത്സരിച്ചു. അതിൽ വളരെയധികം സന്തുഷ്ടനാണ്. അപ്പോൾ പാണക്കാട് കുടുംബത്തിൻ്റെ തീരുമാനം അത് വരിക എന്നുള്ളത്, പാണക്കാട് കുടുംബം ഒരു തീരുമാനം എടുത്താൽ തന്നെ ഇതിലൊന്നും വേറെ മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഭിപ്രായങ്ങളും നമുക്ക് പറയാനില്ല. ഇന്നലെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി കാരാവശ്യ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി, എൻ്റെ അമ്മാവൻ്റെ മാനം കൂടിയാണ് മൻസൂറിനോട് ഞാൻ ചോദിച്ചു, ഈ റിയാസിനൊന്ന് കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചൂടായിട്ടിരിക്കുകയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതത്രേ, കാരാവശ്യ പഞ്ചായത്തിൽ ആകെ കിട്ടുന്നത് 15,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷേ 1 ലക്ഷം രൂപയുടെ ശമ്പളം കിട്ടിയാലും ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ജോലികൾ ഇവിടെ ഉണ്ടെന്ന്. ഇപ്പോൾ സമയം ഏകദേശം 6:30 മണിയായി. ഇദ്ദേഹം ഇപ്പോഴും ഈ പഞ്ചായത്തിൽ നിന്ന് പോയിട്ടില്ല. ഇനി ഞാൻ പോയതിന് ശേഷം ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ ഇരുന്ന് ചെയ്തു തീർക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ര വിലയേറിയ സമയത്തും ഇത്രയും ഒരു അരമണിക്കൂറോളം ഒരു വലിയ ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനിപ്പോൾ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും യൂട്യൂബിലായാലും കട്ട് ചെയ്തിട്ടേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളോട് സഹകരിച്ച ഈ നമ്മുടെ കാരാവശ്യ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് റിയാസ് നാലകത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി കാരാകൃഷി ഓൺലൈൻ ന്യൂസിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം.